ധനുമാസത്തിലെ പൂത്തിരുവാതിര രാവ് ചോഴികളുടെ രാത്രി കൂടിയാണ്. ശിവപാർവതി സങ്കല്പത്തിന് പ്രാധാന്യമുള്ള സ്ത്രീകളുടെ മഹോത്സവമെന്ന് അറിയപ്പെടുന്ന ചില പ്രദേശങ്ങളിൽ വളരെ സജീവമായി ആഘോഷിക്കപ്പെടുന്ന ആർദ്രയാണ് തിരുവാതിര. തിരുവാതിര മഹോത്സവത്തിലെ പുരുഷ പങ്കാളിത്തം ചോഴിയിലൂടെയാണ്. ശിവഭൂതഗണങ്ങളാണ് ചോഴികൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു. വാഴയിലച്ചപ്പ് ശരീരത്തിൽ വരിഞ്ഞുകെട്ടി മുഖംമൂടികളണിഞ്ഞ് നീണ്ട വടിയുമേന്തിയാണ് ചോഴികളുടെ ഇറക്കം. കൊട്ടും അലർച്ചകളും ചോഴി ചോഴി എന്ന ആർപ്പുവിളികളും രാത്രിയെ ശബ്ദമുഖരിതമാക്കുന്നു. കാലൻ, മുത്തി എന്നീ മുഖ്യ വേഷങ്ങൾക്കൊപ്പം നിരവധി ഉപവേഷങ്ങളും ചോഴിക്കൂട്ടത്തിലുണ്ടാകും. മുത്തിയെ കൊണ്ടുപോകാൻ കാലൻ വരുന്നു എന്നതാണ് വേഷങ്ങളിലെ സങ്കല്പം. വർഷത്തിലൊരിക്കൽ വീട്ടുമുറ്റത്ത് ചോഴിയെത്തുമ്പോൾ ആ വർഷം ആ വീട്ടിൽ നിന്ന് മരണത്തിൻ്റെ കാലൻ വിട്ടുനിൽക്കുമെന്ന വിശ്വാസം കൂടി ചോഴികളെ വരവേൽക്കാൻ ഓരോ വീട്ടുകാരെയും പ്രേരിപ്പിക്കുന്ന പുരാവൃത്തമാണ്. ആർത്തു വിളിച്ചെത്തുന്ന ചോഴികളെ ചില വീടുകളിൽ വിളക്കുകൊളുത്തിയാണ് വരവേൽക്കുക. ചോഴിക്കൂട്ടത്തിന് പണം, നാളികേരം, ശർക്കര, പഴം, മുണ്ട് എന്നിവ നൽകി സന്തോഷിപ്പിച്ച് മടക്കി അയക്കുന്നതാണ് രീതി. ആചാരത്തനിമയോടെ ദേശച്ചോഴി കെട്ടിയാടുന്ന പ്രദേശങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഷൊർണൂർ കാരക്കാട്ടെ ദേശച്ചോഴിയുടെ കോപ്പുകൾക്ക് 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കാണുമ്പോൾ എത്രയോ കാലങ്ങളായി ഈ നാട്ടിൽ നിലനിൽക്കുന്ന തിരുവാതിരയുടെ ആഘോഷ കാഴ്ചയാണ് ചോഴിയെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത് തിരുവാതിരയുടെ തലേ ദിവസം ദേശത്തെ എല്ലാ വീടുകളിലും തറവാടുകളിലും പോകുന്നൊരു ആചാരമാണ്. ഇതിവിടെ ദേശച്ചോഴി എന്നാണ് പറയുക. ഇത് ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒക്കെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ മുത്തിയമ്മയുടെ കോപ്പാണിത്. ഇതുപോലെ കാലൻ്റെ കോപ്പുണ്ട്. ഇതൊക്കെ എത്ര വർഷമായി എന്ന് തന്നെ അറിയില്ല. അത്രയും ഒരു 100 വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള കോപ്പുകളാണിത് ഈ രണ്ടെണ്ണം. അപ്പോൾ അതുപോലെ നമ്മളിത് ഇങ്ങനെ എല്ലാ വീടുകളിലും പോവും. അതുപോലെ ഓരോ പാട്ടുകളൊക്കെ പാടിയിട്ട് സ്ത്രീകൾ ഉറക്കൊഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഇത്. അപ്പോൾ അവർ ഉറക്കൊഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാടും. രാവിലെ വൈകുന്നേരം 6 മണി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ ഇത് നമ്മൾ ചോഴി ഉണ്ടാവും. അതിങ്ങനെ അന്യം നിന്ന് പോകാണ്ട് ഇപ്പോൾ എല്ലാ ഇതിലും കുട്ടികളൊക്കെ ഉത്സാഹിച്ചിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നടന്നു പോകും. അപ്പോഴേ കുട്ടികളെ നിങ്ങളൊക്കെ പോയിക്കോളിട്ടോ, പൈസ ഞാൻ വാങ്ങിക്കൊണ്ട് ഇതിലൊക്കെ പുതിയ ആൾക്കാരാ. നിങ്ങളൊക്കെ പഴയ ആൾക്കാരെന്നെ. പിന്നെ എന്താ വന്നതെന്നറിയോ? കുറെ കടയിൽ കണ്ടിട്ട് കൊറോണ വന്നിട്ടേ കുട്ടിക്ക് ആകെ വയ്യാണ്ടായി. പിന്നെ 3 സൂചി കുത്തി. ആ 3 സൂചിയൊക്കെ കുത്തിയപ്പോഴാണ് ഏകദേശം ഇങ്ങോട്ട് നീട്ടി നടക്കാറായി. പക്ഷെ നോക്കണോ, ഞാൻ എറണാകുളത്ത് കൂടെ അങ്ങോട്ട് വരുമ്പോഴേ അവിടെ വെച്ചെടുക്കണ ഒരു ബോർഡ്, കൊറോണ ഉണ്ട് വീണ്ടും വന്നിട്ട് എന്ന്. അപ്പം തണ്ടാക്കി പേടിയാ. അപ്പം എല്ലാവരും ഇത് പൂവും വേണം. അപ്പം എല്ലാവരും നല്ലപോലെ മുറുക്കാനൊക്കെ കാശ് തരണം. ഒരു പാട്ടൊക്കെ പാടാം. ചെക്കന്മാരില്ലേ? നാരായണ 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 ഗോവിന്ദ. കാരക്കാട് മേഖലയിൽ തന്നെ സാമൂഹ്യ നവോത്ഥാന ഘട്ടത്തിൽ എല്ലാ വീടുകളിലുമെത്തി ജാതി ചിന്തയ്ക്ക് അതീതമായി രംഗത്ത് വന്ന ഫ്രണ്ട്സ് ക്ലബിൻ്റെ ചോഴിക്കൂട്ടം ഇന്നും സജീവമായി ആതിര രാത്രികളിലെ ആവേശമാകുന്നു. തിരുവാതിര ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തെ എല്ലാ വീടുകളിലേക്കും ശിവൻ്റെ ഭൂതഗണങ്ങളായ തിരുവാതിര ചോഴി വീടുകൾ സന്ദർശിക്കാൻ വരുന്നുള്ള ഐതിഹ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ പ്രദേശത്തെ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ 40 വർഷമായിട്ട് നമ്മൾ ദേശച്ചോഴി വന്ന വീടുകളിൽ
ജനകീയ ചോഴി എന്ന രൂപത്തിൽ ആരംഭിച്ചതാണിത്. കാരണം നമ്മുടെ പ്രദേശത്തെ ചുരുങ്ങിയ വീടുകളിൽ മാത്രം ദേശചോഴി വന്നിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും കയറുന്ന രൂപത്തിൽ നമ്മൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ 40 വർഷമായി തുടർന്ന് ദേശചോഴി ഈ വർഷം നടപ്പാക്കുകയാണ്. ഇതിൽ നമ്മുടെ പ്രദേശത്തെ എല്ലാ വീട്ടിലും കയറി നമ്മുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് പരിപാടി. അതുപോലെ എല്ലാ വീട്ടിലും സാധാരണക്കാരെ എല്ലാ വീട്ടിലും പണ്ട് കാലങ്ങളിൽ ജാതി അടിസ്ഥാനത്തിലാണ് ദേശചോഴി വന്നിരുന്നത്. അപ്പോൾ അതിന് ബദലായി നമ്മൾ ക്ലബ്ബ് നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച ചോഴിയാണ് ഈ വർഷം നിലനിർത്തി കൊണ്ടുപോകുന്നു പറയുള്ളൂ. വേഗതയേറിയ ജീവിത സാഹചര്യങ്ങളിൽ മാഞ്ഞു തുടങ്ങിയ മഹോത്സവമാണ് തിരുവാതിര. എട്ടങ്ങാടിയും തുടിച്ചുകുളിയും പാതിരാ പൂച്ചൂടലുമൊക്കെ ഒറ്റപ്പെട്ട ചടങ്ങുകളായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇക്കാലത്തും ആഘോഷത്തെ വളരെ ആവേശകരമാക്കി മാറ്റുകയാണ് നഗരഗ്രാമങ്ങളിൽ സജീവമാകുന്ന രാത്രിയുടെ ചോഴിക്കൂട്ടങ്ങൾ.